മോൻ പഴയ കൂട്ടുകെട്ടൊക്കെ അങ്ങ് വിട്ടിട്ട് ഒരു ജോലിയൊക്കെ മേടിക്കണം, എന്നിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം. പിന്നെ കുറേ കഴിയുമ്പം ഒരു കല്യാണമൊക്കെ കഴിക്കണം. കല്യാണം കഴിച്ചാൽ കൊച്ചൊക്കെ വീട്ടിൽ വന്ന് കയറുമ്പം ഭയങ്കര സന്തോഷമായിരിക്കും. ദേ ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, ഈ പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഇത്രയും സന്തോഷമായിട്ടൊക്കെ പോന്നേ. കല്യാണക്കാരൊന്നും ഈ ജമ്മത്ത് നടക്കൂല. അതെന്താ? അത് എനിക്കൊക്കെ ആര് പെണ്ണേറെ. എന്റെ ഷിബു, നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇവൻ എന്റെ അനിയനായതുകൊണ്ട് പറയുമല്ല, ഇവനും ഒരു പെണ്ണ് സെറ്റായി, അതും 2 എണ്ണം, സോറി 4 എണ്ണം. പിന്നെ ഷിബുവിന്റെ അടുത്ത് ഇപ്പൊ കല്യാണം കഴിക്കാൻ പറഞ്ഞില്ലല്ലോ, ഒരു 5-6 കൊല്ലമൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റിലൊക്കെ ആയിട്ട് മതി. അപ്പോഴേക്ക് ഈ ചീത്തപ്പേരൊക്കെ നാട്ടുകാരും വീട്ടുകാരൊക്കെ അങ്ങ് മറക്കും. ഇനി അഥവാ ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ എന്റെ എല്ലാ കഥകളും തുറന്ന് പറഞ്ഞിട്ട് മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. അതാണ് സ്പിരിറ്റ്. എന്തായാലും പൊളിച്ചു റോക്സേ. അത് കറക്റ്റ് ആണ് കേട്ടാ, ഞാനും അതിനോട് 100% യോജിക്കുന്നു. നമ്മൾ ഒരിക്കലും ഈ കള്ളം പറഞ്ഞ് ആരുടെ മനസ്സിൽ ഇടിച്ചു കയറേണ്ട ഒരു കാര്യമില്ല, അങ്ങനെ കയറാൻ പാടില്ല. അതെ. അങ്ങനെ എങ്ങനെ ഇപ്പൊ മെർലിൻ ചേച്ചി ഇപ്പൊ ഇവിടെ വേണമായിരുന്നു. അലീനയും ഹരിതയും ഇപ്പൊ ആരെങ്കിലും ഇതിന്റെ കാര്യം ചോദിച്ചാ